ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 10ാം ക്ലാസ് മതബോധനത്തിൻ്റെ 8ാം അധ്യായം സൗഖ്യദായ കൂദാശകൾ, അതിലെ ആദ്യത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, ഈ നിമിഷത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു എന്താണ് പ്രാരംഭ കൂദാശകളെന്ന്. ഏതൊക്കെയായിരുന്നു? മാമോദിസ, സൈദലേപനം, കുർബാന. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൗഖ്യദായ കൂദാശകളെ പറ്റിയാണ്. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് സൗഖ്യദായ കൂദാശകൾ? കുംഭസാരവും രോഗലേപനവും. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും യേശുവിനോട് ചേർന്ന് നിൽക്കുവാനും ക്രിസ്തു നമ്മൾക്ക് നൽകിയ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. നമ്മൾക്കറിയാം നമ്മുടെ ആദിമാതാപിതാക്കൾ ചെയ്ത പാപം മൂലം നാം ഓരോരുത്തരും ഉത്ഭവ പാപത്തോടു കൂടിയാണ് ജനിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്ഭവ പാപങ്ങളും മറ്റു കർമ്മ പാപങ്ങളും എല്ലാം ക്ഷമിക്കപ്പെടുന്നത് പ്രാരംഭ കൂദാശയായ ജ്ഞാനസ്നാനത്തിലൂടെയാണ്. എന്നാൽ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നെങ്കിൽ പോലും പാപാസക്തി അഥവാ പാപം ചെയ്യാനുള്ള പ്രേരണ നമ്മിൽ നിന്നും നഷ്ടപ്പെടുന്നില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ അതിനെ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് അത് പാപവും പുണ്യവുമായി മാറുന്നത്. അപ്പോൾ നമ്മുടെ ആദിമാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ പാപം ഇന്നും മനുഷ്യരാശിയെ വ്രണപ്പെടുത്തുകയും മാനവ ഐക്യത്തിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യുന്നു. പാപത്തിൻ്റെ സാർവത്രികത വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഇന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവിടുന്ന് വിശ്വസ്തനും നീതിമാനുമാകിയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ പാപങ്ങൾ നമ്മൾ ദൈവത്തോട് ഏറ്റുപറയുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കുകയും നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ പാപമില്ലെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ആത്മവഞ്ചന ചെയ്യുന്നതിന് തുല്യമാണ്. പാപം മൂലം പ്രധാനമായും 4 തരത്തിലുള്ള ഭിന്നതയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ആദ്യമായി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഭിന്നത, രണ്ടാമത് മനുഷ്യനും മനുഷ്യനും അതായത് സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നത, മൂന്നാമത് വ്യക്തിയിൽ തന്നെയുള്ള ഭിന്നത, നാലാമത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഭിന്നത. ഞാൻ ഒന്നുകൂടെ പറയാം. പാപം മൂലം പ്രധാനമായും 4 തരത്തിലുള്ള ഭിന്നതകളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ആദ്യത്തേത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഭിന്നത, രണ്ടാമത് മനുഷ്യനും മനുഷ്യനും അതായത് സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നത, മൂന്നാമത് വ്യക്തിയിൽ തന്നെയുള്ള ഭിന്നത, നാലാമത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഭിന്നത. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു സൗഖ്യദായ കൂദാശകൾ 2 എണ്ണമാണ്. ഏതൊക്കെയായിരുന്നു? കുംഭസാരം അഥവാ അനുരഞ്ജനവും രോഗലേപനവും. അപ്പോൾ നമ്മുടെ നിത്യമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപങ്ങൾ മൂലം ദൈവം നമുക്ക് നൽകിയ കൃപാവരങ്ങൾ നഷ്ടപ്പെടുവാനും ദുർബലപ്പെടുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സാധ്യതകളിൽ നിന്ന് നമ്മളെ പരിരക്ഷിക്കുകയാണ് സൗഖ്യദായ കൂദാശകൾ. പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കാനായി ക്രിസ്തു സ്ഥാപിച്ച കൂദാശകളാണ് സൗഖ്യദായക കൂദാശകൾ. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അനുരഞ്ജനം അഥവാ കുംഭസാരത്തെക്കുറിച്ചാണ്. മർക്കോസ് 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മാനവലോകത്തെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ ദൗത്യം ആരംഭിച്ചത്. എന്താണ് മാനസാന്തരം? പാപമെന്ന ദുരവസ്ഥയിൽ നിന്ന് ഒരുവൻ്റെ ദൈവത്തിലേക്കുള്ള ഹൃദയ പരിവർത്തനമാണ് മാനസാന്തരം. ഇവിടെ ഹൃദയ പരിവർത്തനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ സങ്കീർത്തനം 51:17 പറയുന്നു, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, ദൈവമേ നുറുങ്ങിയ ഹൃദയം അങ്ങ് നിരസിക്കുകയില്ല. അപ്പോൾ നമ്മൾ ബാഹ്യമായി ആചരിക്കുന്ന ഉപവാസമോ ഒന്നുമല്ല, മറിച്ച് ഒരു ആന്തരികമായ അനുതാപമാണ് ഇവിടെ ഹൃദയ പരിവർത്തനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ധൂർത്തപുത്രൻ്റെ ഉപമ, അല്ലേ? അപ്പോൾ അതിലെന്താ പറയുന്നത്? അനുതാപത്തിൻ്റെ മനോഭാവം എപ്രകാരമുള്ളതാണെന്ന് ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ ക്രിസ്തു നമുക്ക് വ്യക്തമാക്കി തരുന്നു. യേശുക്രിസ്തുവിനെ പത്രോസ് 3 തവണ തള്ളിപ്പറയുന്നത് നമുക്കറിയാം. എന്നാൽ പിന്നീട് പത്രോസിൽ മാനസാന്തരം ഉണ്ടാവുകയും
യേശുവിൻ്റെ കൃപാകടാക്ഷത്താൽ പത്രോസിൽ നിന്ന് അനുതാപത്തിൻ്റെ കണ്ണീരൊഴുകാൻ ഇടയായി. പാപം സൃഷ്ടിക്കുന്ന ഇത്തരം ഭിന്നതകൾ അകറ്റി ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും സമാധാനവും ഐക്യവും സന്തോഷവും നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികളെ, ആദ്യം പോയി നിൻ്റെ സഹോദരനോട് രമ്യപ്പെടുക എന്ന സുവിശേഷ വാക്യം എന്നും നമ്മുടെ ജീവിതത്തിൽ ധ്യാന വിഷയമാക്കണം. എന്താണ് മാനസാന്തരം എന്നത് നമുക്ക് 4 പോയിൻറ്റ്സായിട്ട് കൺക്ലൂഡ് ചെയ്യാം. ആദ്യത്തേത് പൂർണ്ണ ഹൃദയത്തോടു കൂടി ദൈവത്തിലേക്കുള്ള മടങ്ങിവരവാണ്. രണ്ടാമത് പാപത്തിൽ നിന്നുള്ള പിന്തിരിയലാണ്. മൂന്നാമത് നാം ചെയ്തിട്ടുള്ള തിന്മ പ്രവൃത്തികളോടുള്ള വെറുപ്പും അകൽച്ചയുമാണ്. നാലാമത് ബന്ധങ്ങളുടെ പുനഃസ്ഥാപനമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ പാപം വരുത്തുന്ന ഭിന്നതകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സങ്കീർത്തനം 99:8 പറയുന്നു, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് അവർക്ക് ഉത്തരമരുളി, അങ്ങ് അവരെ ക്ഷമിക്കുന്ന ദൈവമായിരുന്നു. ദൈവത്തിന് മാത്രമേ പാപമോചനം നൽകാൻ കഴിയുകയുള്ളൂ എന്നത് പഴയ നിയമത്തിലെ ഒരു ദൃഢമായ ബോധ്യമാണ്. പുതിയ നിയമത്തിൽ നമുക്ക് കാണാം, മർക്കോസ് 2:11 യേശു തളർവാദ രോഗിയോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഈ വചനവാക്യത്തിലൂടെ വ്യക്തമാണ് ഭൂമിയിൽ മനുഷ്യപുത്രന് പാപമോചനം നൽകാൻ അവകാശമുണ്ട് എന്നുള്ളത്. പാപമോചനാധികാരം യേശു ക്രിസ്തു അപ്പോസ്തലന്മാരിലൂടെയാണ് വിഭാവനം ചെയ്യുന്നത്. യോഹന്നാൻ 20:21-23 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പോസ്തലന്മാർക്ക് ലഭിച്ച ഈ പാപമോചനാധികാരം സഭ ഇന്നും പിന്തുടർന്നു കൊണ്ടുപോരുന്നു. ഈ അധികാരം ഉപയോഗിച്ചാണ് ഇന്ന് വൈദികന്മാർ നമുക്ക് പാപമോചനം നൽകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം തൊട്ടൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറഞ്ഞേ? നമ്മൾ ഓരോരുത്തരും ഉത്ഭവ പാപത്തോടു കൂടിയാണ് ജനിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്ഭവ പാപം ജ്ഞാനസ്നാനത്തിലൂടെ ഇല്ലാതാവുന്നുണ്ട്. എങ്കിൽ പോലും പാപാസക്തി അഥവാ പാപം ചെയ്യാനുള്ള പ്രേരണ നമ്മിൽ നിന്നും നഷ്ടപ്പെടുന്നില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ അതിനെ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് അത് പാപവും പുണ്യവുമായി മാറുന്നത്. പാപം മൂലം പ്രധാനമായും 4 തരത്തിലുള്ള ഭിന്നതകളാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ആദ്യത്തേത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഭിന്നത. രണ്ടാമത് മനുഷ്യനും തമ്മിലുള്ള ഭിന്നത. മൂന്നാമത് വ്യക്തിയിൽ തന്നെയുള്ള ഭിന്നത. നാലാമത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഭിന്നത. അപ്പോൾ പാപം സൃഷ്ടിക്കുന്ന ഇത്തരം ഭിന്നതകൾ അകറ്റി ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സന്തോഷവും സമാധാനവും ഐക്യവും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു സൗഖ്യദായ കൂദാശകൾ 2 ഇതൊക്കെയായിരുന്നു. കുംഭസാരം അഥവാ അനുരഞ്ജനവും പിന്നെ രോഗലേപനവും. അപ്പോൾ നമ്മൾ ഇന്ന് കുംഭസാരം അഥവാ അനുരഞ്ജനത്തിനെ കുറിച്ചാണ് പഠിച്ചത്. പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കാനായിട്ട് ക്രിസ്തു സ്ഥാപിച്ച കൂദാശകളാണ് സൗഖ്യദായ കൂദാശകൾ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് അനുരഞ്ജനത്തെക്കുറിച്ചാണ് നോക്കിയത്, അല്ലേ? അപ്പോൾ എന്തായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞു? മാനസാന്തരം എന്നത്. അപ്പോൾ എന്തായിരുന്നു മാനസാന്തരം? പാപം സൃഷ്ടിക്കുന്ന ദുരവസ്ഥയിൽ നിന്ന് ഒരുവനെ ദൈവത്തിലേക്കുള്ള ഹൃദയപരിവർത്തനമാണ് മാനസാന്തരം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഹൃദയപരിവർത്തനം? ബാഹ്യമായി നമ്മൾ അനുഷ്ഠിക്കുന്ന ഉപവാസമോ ഒന്നുമല്ല, മറിച്ച് ഒരു ആന്തരികമായ അനുതാപമാണ് ഇവിടെ ഹൃദയപരിവർത്തനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സകല മനുഷ്യരുടെയും പാപം മോചിക്കാൻ തനിക്ക് അധികാരമുണ്ടെന്ന് യേശു ക്രിസ്തു തൻ്റെ കുരിശു മരണത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി. പാപമോചനാധികാരം അവിടുന്ന് അപ്പോസ്തലന്മാരിലൂടെയാണ് വിഭാവനം ചെയ്യുന്നത്. അപ്പോസ്തലന്മാർക്ക് ലഭിച്ച ഈ പാപമോചനാധികാരം നമ്മുടെ സഭ ഇന്നും പിന്തുടർന്നുകൊണ്ട് പോരുന്നു. നമ്മുടെ വൈദികന്മാർ ഈ ഒരു പാപമോചനാധികാരം ഉപയോഗിച്ചാണ് സഭയിൽ ഇന്ന് പാപമോചനം നൽകുന്നത്. നമുക്കിന്നൊരു ആക്ടിവിറ്റി ചെയ്താലോ? പാപം തീർക്കുന്ന ഭിന്നതകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതുക. അത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ? ഓക്കെ. അപ്പോൾ നമുക്കൊരു പ്രാർത്ഥനയുടെ കൂടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും അധീനതയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ ചെയ്ത പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ദൈവത്തിലേക്ക് തിരികെ വരുവാനുള്ള കൃപാകടാക്ഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.
അതിരൂപതയാം